കായംകുളം നഗരസഭയിലെ അഴിമതിക്കെതിരെ മുസ്ലിം ലീഗ് ടൗൺ കമ്മിറ്റി നഗരസഭാ മാർച്ച് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എം നസീർ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം നഗരസഭയിലെ അഴിമതിക്കെതിരെ മുസ്ലിം ലീഗ് കായംകുളം ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എം നസീർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 9 വർഷക്കാലമായി നഗരത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ മറവിൽ നഗരസഭയുടെ ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്ന കൊള്ളസംഘമായി നഗരസഭയിലെ LDF ഭരണം മാറിക്കഴിഞ്ഞുവെന്ന് എം നസീർ പറഞ്ഞു. CPM-ന്റെ ഇംഗിതം മാത്രം നോക്കിക്കൊണ്ട് ഭരിക്കുന്ന സെക്രട്ടറി ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാ കാലത്തും ഈ സംരക്ഷണവും ഈ തണലും രാഷ്ട്രീയമായി ലഭിക്കുമെന്ന് കരുതരുമെന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ മുനിസിപ്പൽ സെക്രട്ടറിയോട് അഭ്യർത്ഥിക്കുകയാണ്. ചെയർപേഴ്സൺ ഒരു പക്ഷേ മാറിയേക്കാം. നിങ്ങളുടെ സർവീസ് നിങ്ങൾ നോക്കേണ്ടതാണ്. നിയമവിരുദ്ധമായ എല്ലാവിധ നീക്കങ്ങൾക്കും അരു നിൽക്കുകയും അതിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും ചെയ്താൽ നാളെ സർവീസ് ബുക്കിൽ ചുവന്ന മഷി വീഴുന്നത് മുനിസിപ്പൽ സെക്രട്ടറിയുടെ മാത്രമായിരിക്കുമെന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ ഈ ഭരണത്തിന് കഴിയണം. ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ഭരണം എന്തിനെ തള്ളി നീക്കുന്നു? അവസാനം 3-4 മാസം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ്. അവസാന നാളിലെ കടുംപെട്ടാണ് ഈ അഴിമതി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെതിരെയുള്ള ശക്തമായ നിയമപരമായ രാഷ്ട്രീയമായ പോരാട്ടം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഏറ്റെടുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ഈ വിസർജ്യം അത് മൊബൈൽ പ്ലാന്റ് വഴി അത് സംസ്കരിച്ചെടുത്ത് കാശുണ്ടാക്കാൻ പോകുമ്പോൾ അതിന് 10 പേർ അറിയണ്ടേ? അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിയണ്ടേ? ഇവിടുത്തെ സെക്രട്ടറി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് അത്രേ. അത് ചെയർമാനും ചെയർപേഴ്സണും സെക്രട്ടറിയും കൂടി ഒരുമിച്ചിരുന്ന് ആലോചിച്ച് മറ്റാരെയും അറിയിക്കാതെ കാര്യം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താലേ അഴിമതി നടത്താൻ കഴിയൂ എന്നുള്ള ആ കണ്ടെത്തലാണ് മറ്റുള്ളവരെ അവരുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷ മുന്നണിയുടെ ഘടകകക്ഷികൾപ്പെട്ട പ്രധാനപ്പെട്ട അതിന്റെ ക്ഷേമകാര്യ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവരെ അറിയിക്കാതെ ചെയ്തത് എന്നത് നഗ്നമായ അഴിമതിയുടെ ഉദാഹരണമാണ് എന്ന് നമുക്കറിയാം. മുസ്ലിം ലീഗ് എക്കാലവും നന്മയ്ക്ക് വേണ്ടി മാനവികതയ്ക്ക് വേണ്ടി പൊരുത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്നിവിടെ ഈ സമരം നടത്തുന്നത്. ജനസാന്ദ്രത കൂടിയ നഗരത്തിൽ 5 സെന്റിൽ അടുത്തടുത്ത് താമസിക്കുന്ന ഭൂരിഭാഗം വീടുകളുള്ള സാഹചര്യത്തിൽ മൊബൈൽ മാലിന്യ യൂണിറ്റ് അനുയോജ്യമല്ല. പകരം കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ യൂണിറ്റാണ് വേണ്ടത്. ഇതിനായി 5.5 ഏക്കർ സ്ഥലം ഉണ്ടായിരിക്കെ പുതിയ മൊബൈൽ യൂണിറ്റ് കൊണ്ടുവന്നത് അഴിമതി ലക്ഷ്യം വെച്ചാണെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് ടൗൺ പ്രസിഡന്റ് UA റഷീദ് അധ്യക്ഷത വഹിച്ചു. ടൗൺ ജനറൽ സെക്രട്ടറി അബ്ദുൾ സലാം സ്വാഗതം പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് H ബഷീർകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷറർ കമാലം ബാക്കിയിൽ ആമുഖ പ്രസംഗം നടത്തി. സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കളായ പ്രൊഫസർ ജലാലുദ്ദീൻ, യൂസഫ് കുഞ്ഞ്, ഹാമിദ്, TA അബ്ദുൾ മജീദ്, A താഹ കുഞ്ഞ്, സൈനുദ്ദീൻ കുഞ്ഞ്, ഷബീർ കാലിച്ചാക്കട, മുഹമ്മദ് അബൂബക്കർ, PS അഷ്കർ, TA ഷെഫീഖ്, റഷീദ് മൈലോലിൽ, മുഹമ്മദ് മുസ്ലിയാർ, M ഹംസാക്കുട്ടി, യൂസഫ് കുട്ടി, സുലു സുബൈദ, KK വാഹിദ്, റഹീം, അഷ്റഫ് ജുബൈരിയ, ഷാഹുൽ ഹമീദ്, ഹഫീസ് ഹംസ എന്നിവർ പ്രകടനത്തിനും മാർച്ചിനും നേതൃത്വം നൽകി. CDNet ന്യൂസ് കായംകുളം.